ഹായ് സ്റ്റുഡൻസ്, പ്ലസ് ടുവിന് ശേഷം BCA കോഴ്സ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BCA കോഴ്സിന്റെ സ്പെഷ്യാലിറ്റീസ്, സിലബസ്, BCA വിത്ത് AI ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റിംഗ് ഫോർ യു ഇൻ ദിസ് ഡിജിറ്റൽ ഇറ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്തൊക്കെയാണ് ഒരു നോർമൽ BCA കോഴ്സ് ഓഫർ ചെയ്യുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. BCA കോഴ്സ് എടുക്കുന്നവർ ആദ്യം പഠിക്കുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിനെ കുറിച്ചും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെ കുറിച്ചുമുള്ള ബേസ് സ്കിൽസ് ആണ്. നോർമൽ BCA കോഴ്സിന്റെ സിലബസിൽ കവർ ചെയ്യുന്ന കീ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, C++, ജാവ, പൈത്തൺ തുടങ്ങിയ ലാംഗ്വേജസ് നമുക്ക് പഠിക്കാം. ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ്. ദിസ് ഹെൽപ്സ് യു ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ് ആൻഡ് ആക്സസ്ഡ്. ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റംസ്, എങ്ങനെ ഡാറ്റ എഫിഷ്യൻ്റ്ലി സ്റ്റോർ ചെയ്യാമെന്നും മാനേജ് ചെയ്യാമെന്നും ഇതിലൂടെ നമ്മൾ പഠിക്കുന്നു. വെബ് ഡെവലപ്മെന്റ് ആൻഡ് ഡിസൈൻ, വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനുകളും എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതിന്റെ ഫൗണ്ടേഷൻ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, കമ്പ്യൂട്ടറുകൾ തമ്മിൽ എങ്ങനെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ടെക് ലോകം വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നോർമൽ BCA എടുത്തതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? വൈ ചൂസ് BCA വിത്ത് AI? എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും, എന്താണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? എങ്ങനെ AI നമ്മുടെ ഡെയിലി ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ഇമ്പോർട്ടൻസ് ഓഫ് AI ഇൻ ഫ്യൂച്ചർ. AI ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും കവർ ചെയ്യുന്നു. ചെറിയ ടാസ്കുകളിൽ മുതൽ വലിയ ഇന്നോവേഷനുകളിൽ വരെ AI റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. സ്മാർട്ട് അസിസ്റ്റൻസ് പോലെ അലക്സ, സിറി, ഗൂഗിൾ അസിസ്റ്റന്റ് എന്നിവ നമ്മളെക്കുറിച്ച് ആഴ്ചകൾക്ക് മുൻപേ ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പറഞ്ഞു തരുന്നു. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ സെർച്ച് ഹിസ്റ്ററി അനലൈസ് ചെയ്ത് പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്യുന്നു. സ്പോട്ടിഫൈ, നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ പ്രിഫറൻസസ് ബേസ് ആക്കി വീഡിയോസും സോങ്സും റെക്കമെൻഡ് ചെയ്യുന്നു. ഹെൽത്ത് കെയർ സെക്ടർ നോക്കിയാൽ AI സിസ്റ്റംസ് മെഡിക്കൽ ഡാറ്റ അനലൈസ് ചെയ്യാനും ഏർലി സ്റ്റേജ് ഡിസീസസ് ഡിറ്റക്ട് ചെയ്യാനും സഹായിക്കുന്നു. വെർച്വൽ ഹെൽത്ത് അസിസ്റ്റൻസ് 24/7 സപ്പോർട്ട് നൽകുന്നു. ഇനി ട്രാൻസ്പോർട്ടേഷൻ നോക്കിയാലോ? സെൽഫ് ഡ്രൈവിംഗ് കാർസ് പോലെ ടെസ്ല ഓട്ടോ പൈലറ്റ് സേഫ് നാവിഗേഷനായി AI ഉപയോഗിക്കുന്നു. AI റൂട്ട് ഒപ്റ്റിമൈസേഷൻ വഴി ട്രാഫിക് ഇഷ്യൂസ് കുറയ്ക്കുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് AI ഇൻ ഫ്യൂച്ചർ. അതിലാദ്യത്തേത് എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. AIയുടെ ഗ്രോത്ത് എല്ലാ ഇൻഡസ്ട്രീസിനെയും ഷേപ്പ് ചെയ്യുന്നു. AI എഞ്ചിനീയേഴ്സ്, ഡാറ്റ സയന്റിസ്റ്റ്, സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എക്സ്പെർട്സ് തുടങ്ങിയ മേഖലകളിലേക്ക് ഭാവിയിൽ ജോലി സാധ്യതകൾ ഏറെയാണ്. ഇൻഡസ്ട്രീസിനെ മാറ്റിമറിക്കുന്നു. AI സ്പേസ് എക്സ്പ്ലോറേഷൻ, എഡ്യൂക്കേഷൻ, റോബോട്ടിക്സ്, അഗ്രികൾച്ചർ തുടങ്ങിയ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. ഉദാഹരണത്തിന് AI ഡ്രൈവൺ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു, വേസ്റ്റ് കുറയ്ക്കുന്നു. ഹൈ എഫിഷ്യൻസി ആൻഡ് അക്യുറസി, ഹ്യൂമൻ എറേഴ്സ് മിനിമൈസ് ചെയ്യാനും വർക്ക് അക്യുറസി എൻഹാൻസ് ചെയ്യാനും AIക്ക് കഴിയും, എസ്പെഷ്യലി ബാങ്കിംഗ്, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ് പോലുള്ള മേഖലകളിൽ. ഓട്ടോമേഷൻ ആൻഡ് ഇന്നോവേഷൻ, ആവർത്തന സ്വഭാവമുള്ള ജോബ്സ് ഓട്ടോമേഷൻ വഴി റീപ്ലേസ് ചെയ്യപ്പെടും. AI ഇന്നോവേഷൻസ്, ഓട്ടോണോമസ് സിറ്റീസ്, അഡ്വാൻസ്ഡ് ബ്രെയിൻ മെഷീൻ ഇന്റർഫേസസ്, ക്ലൈമറ്റ് ചേഞ്ച് സൊല്യൂഷൻസ് പോലുള്ള പുതിയ ആശയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. AI ഇന്ന് നമ്മുടെ ജീവിതത്തെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിനചര്യയുടെ 80 to 90% ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അത് നമ്മൾ റിയലൈസ് ചെയ്തോ അല്ലാതെയോ. പേഴ്സണലൈസ്ഡ് അഡ്വർടൈസ്മെന്റ്സ് മുതൽ സ്മാർട്ട് സിറ്റീസ് വരെ AI നമ്മുടെ ഡിസിഷൻസിനെ ഷേപ്പ് ചെയ്യുന്നു. ഇനി ഭാവിയിൽ AIന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. AI ഗ്ലോബൽ ഗ്രോത്തും ഡെവലപ്മെന്റും പ്രാഥമികമായി നിർണ്ണയിക്കുന്നതാണത്, അതും അടുത്ത 10-20 വർഷങ്ങൾക്കുള്ളിൽ. ഇനി വരാൻ പോകുന്ന 70% ജോലികൾക്കെങ്കിലും AI സ്കിൽസ് ആവശ്യമായിരിക്കും. AIയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ്സും കൺട്രീസും ഗ്ലോബൽ എക്കോണമിയിൽ ഡോമിനേറ്റ് ചെയ്യും. AI ഡോക്ടർ, ഡ്രൈവർലെസ് പബ്ലിക് ട്രാൻസ്പോർട്ട്, പേഴ്സണലൈസ്ഡ് ലേണിംഗ് സിസ്റ്റംസ് എന്നിവ മനുഷ്യജീവിതത്തെ റീഡിഫൈൻ ചെയ്യും. മൊത്തത്തിൽ AI ഒരു ട്രെൻഡ് അല്ല, ഇത് നാളെയുടെ ലോകത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ അടിത്തറയാണ്. ഡിജിറ്റൽ ഇന്നോവേഷനിൽ പിന്നിലാകാൻ തോന്നുന്നില്ലെങ്കിൽ AI സാങ്കേതികവിദ്യ പഠിക്കുക എന്നത് ഒരു ഓപ്ഷൻ അല്ല, ഇതൊരു ആവശ്യമാണെന്ന് തീർച്ച. കോഴ്സ് റിലേറ്റഡ് ആയിട്ടോ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അവർ എക്സ്പെർട്ട് കരിയർ കൗൺസിലിംഗ് ടീം ഈസ് വെയിറ്റിംഗ് ടു ഗൈഡ് യു ഇൻ എ റൈറ്റ് വേ അറ്റ് റൈറ്റ് പാത്ത്. And finally, like this video, subscribe to our channel and hit the bell icon for more informative content. Thank you and see you in the next video.